ഓക്കെ ഗൈസ്, നിങ്ങൾ ഇത്രയും നാളും എൻ്റെ പാടുന്നതിൻ്റെയും സംസാരിക്കുന്നതിൻ്റെയും മറ്റേ പ്രസൻറ്റേഷനൊക്കെ ചെയ്യുന്നതിൻ്റെ സ്കിൽസേ കണ്ടിട്ടുള്ളൂ. ഇന്ന് നിങ്ങൾ എൻ്റെ മേക്കപ്പ് സ്കിൽസ് കാണാൻ പോവാണ് അല്ലേ ധനുഷ്? എൻ്റെ ഇരയാവാൻ പോകുന്നത് നമ്മുടെ പ്രിയ സുഹൃത്ത് ധനുഷാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം ഗൈസ്. പറഞ്ഞു തരട്ടെ എന്താ ചെയ്യണമെന്ന്. ഞാൻ ഇന്നലെ പറഞ്ഞത് അതേ സാധനം തന്നെയാണ്. ഓക്കെ ഗൈസ്, ബൈ ദ ബൈ, ഇന്നലെ ഞങ്ങൾ ഒരു ട്രയൽ മേക്കപ്പ് ചെയ്ത് നോക്കിയായിരുന്നു ഇവൻ്റെ മൂഞ്ചിക്ക് മേക്കപ്പ് സെറ്റ് ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെറ്റായി, അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ പ്രാർത്ഥിച്ചോ കോലം കെട്ടലെന്ന്. ഒരിക്കലും ഞാൻ ചെയ്യുന്ന മേക്കപ്പ് ഫുള്ളി കറക്റ്റ് ആണെന്ന് ക്ലെയിം ചെയ്യില്ല, പക്ഷേ എനിക്കറിയാവുന്ന സാധനമാണ് ഞാൻ ചെയ്യുന്നത്. അല്ല ധനുഷ്, നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? വല്ലാണ്ട്. നമ്മൾ ഇപ്പോൾ ഇടുന്ന ഈ ദ്രാവകമാണ് എന്താണ്, ഞാൻ മറന്നു, എന്റെ പേരെന്താ ഞാൻ പറഞ്ഞത്? മോയ്സ്ചറൈസർ. ഓ, പഠിച്ച് കള. ഇതിട്ടാലേ നിന്റെ സ്കിൻ സോഫ്റ്റ് ആവുള്ളൂ. നീ ഇപ്പൊ മുഖം കഴിയിട്ടല്ലേ വന്നേ? അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ ഡ്രൈ ആവും. അപ്പോൾ ആ ഡ്രൈനെസ് മാറാൻ ഇത് വളരെയധികം എന്താ വാക്കിന്റെ പേര്, അത്യന്താപേക്ഷിതമാണ്. നിനക്ക് എപ്പോഴെങ്കിലും ഇന്നലെ പറഞ്ഞ അതേ സ്കീമാണ് കേട്ടോ. മേടിച്ചാൽ പറയണം. മറ്റേ ലെൻസ് ഇട്ടേക്കും അല്ലേ ഗൈസ്? വളരെ ആത്മാർത്ഥതയുള്ളൊരു ക്ലയൻ്റാണ് ഗൈസ്. ലെൻസ് ഒക്കെ സ്വന്തമായിട്ട് ഇട്ടിട്ട് വന്നു. സാധാരണ മേക്കപ്പ് ആർട്ടിസ്റ്റിനൊക്കെ ഇട്ട് കൊടുക്കാറ്, പക്ഷേ അവൻ സ്വന്തമായിട്ട് ഇട്ട് വന്നു. കാരണം എന്തുകൊണ്ട്? അത് അവൻ്റെ കളർ ലെൻസ് അല്ല, അവൻ്റെ എന്താണ് ലെൻസാണ് ഗൈസ്. അപ്പോൾ മോയ്സ്ചറൈസർ എന്ന ഒരു സംഭവം കഴിഞ്ഞു. ഞാൻ പറയാൻ പറഞ്ഞു, ഇത് നമ്മുടെ ചെസ്റ്റ് നമ്പർ 1, ചെസ്റ്റ് നമ്പർ 2 ഉണ്ട്. അത് ഫാഷൻ ഷോയ്ക്ക് പോയേക്കുക. അടുത്ത ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കുന്ന ഈ ദ്രാവകത്തിന്റെ പേരാണ് പ്രൈമർ. പറയൂ ധനുഷ്, എന്തിനാണ് നമ്മൾ പ്രൈമർ ഇടുന്നത്? നീ ഇന്നലെ പറഞ്ഞു പഠിപ്പിച്ചല്ലേ, പറ. സെയിം പ്രൊസീജിയർ. പെയിന്റ് അടിക്കുമ്പോൾ നമ്മൾ പ്രൈമർ അടിക്കുന്നത് എന്തിനാണ്? ചുമരിന് കേടുപാടുകൾ പറ്റാതിരിക്കാനും പെയിന്റിന് ഈർപ്പം എഫക്റ്റ് ചെയ്യാതിരിക്കാനും. അതേ സാധനമാണ് നിന്റെ മുഖത്തുള്ള സ്വെറ്റ് മേക്കപ്പിന് എഫക്റ്റ് ചെയ്യാണ്ടിരിക്കാനും പുറത്തുനിന്ന് വരുന്ന ഡസ്റ്റ് നിന്റെ സ്കിന്നില്ല മേക്കപ്പ് സ്കിന്നിൽ കയറാതിരിക്കാനാണ് പ്രൈമർ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ അത്ര? കഴുത്തും നിൻ്റെതാണ്, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കഴുത്തിനെ മറന്ന് മേക്കപ്പ് ഇടരുത്. എനിക്ക് എന്തിൻ്റെയും മണം ഇഷ്ടപ്പെടാണ്ടുണ്ടോ ഇതുവരെ ഇട്ടതിൽ? ഇന്നലെയൊക്കെ ഇട്ട് നോക്കിയപ്പോൾ ചിലവർക്ക് അലർജി ഉണ്ട്. അതായത് മറ്റേ സ്കിന്നിന് അലർജി ഉണ്ടാകുന്നില്ല, അങ്ങനെ ഉണ്ടാവുന്നവരുകൊണ്ട് ഇല്ലെന്നില്ല, പക്ഷേ ചിലതിൻ്റെ മണം പിടിക്കില്ല. ഗൈസ്, അടുത്തതായി നമ്മൾ ഇടാൻ പോകുന്ന ഈ സുനയുടെ പേരാണ് കളർ കറക്റ്റർ. നിനക്ക് ഏത് കളറാണ് ഞാൻ ഇന്നലെ ഉപയോഗിച്ചേ? ഇത് ഓർമ്മയുണ്ടോ? ഉറപ്പാണോ? ഓക്കെ, ഞാൻ ചെറുതായിട്ട് മറവിയൊക്കെ ഉള്ള കൂട്ടത്തിലായതുകൊണ്ട് ഞാൻ അവനടുത്ത് പറഞ്ഞു വെച്ചിരുന്നു നീ ഓർത്ത് വെക്കണമെന്ന്. അവന് സ്പെക്സ് വെച്ചിട്ട് കുറച്ചധികം ഡാർക്ക് സ്പോട്ട്സ് അവൻ്റെ മൂക്കിലുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് മറച്ച് സുന്ദരനാക്കണം. ഇന്നലെ നമ്മൾ ശരിക്കും മേക്കപ്പ് ഇട്ടപ്പോൾ ട്രയൽ ചെയ്തപ്പോൾ നമ്മൾ ഗോസിപ്പ് ചെയ്തു നിൻ്റെ കോളേജിനെ പറ്റി, പാടുന്നതിനെ പറ്റി. പക്ഷെ നമുക്ക് ഇപ്പം അത് പറ്റില്ല, കാരണം നമ്മൾ വീഡിയോ എടുക്കുകയാണ്. നമുക്ക് ഗോസിപ്പൊക്കെ ചെയ്ത് ഓരോന്ന് ചെയ്യാനാണ് ഇഷ്ടം, പക്ഷേ എന്ത് ചെയ്യാൻ, റെക്കോർഡിങ് ആയതുകൊണ്ട് ഒന്നും പറ്റില്ല. പുറത്തുള്ളവർ കേട്ടാൽ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും? നിൻ്റെ കല്യാണത്തിന് എന്നെ വിളിക്കണേ. അപ്പം പഠിച്ചു കഴിഞ്ഞില്ല, അതിനുമ്പോൾ ഞാൻ കല്യാണത്തിൻ്റെ കാര്യം പറയും. സന്യാസം ഞാൻ കേട്ടെന്താണെന്നറിയോ? സന്യാസ്ത്രീ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കന്യാസ്ത്രീ എന്നൊക്കെ പറയില്ല, അതുപോലെ എന്തോ സന്യാസ്ത്രീ. ഓക്കെ നല്ലതാ. ശരി, ഇത് കേൾക്കുമ്പോൾ ഇപ്പം ഇത് കാണുന്ന ഇപ്പം എത്ര പേര് കണ്ടാലും അവർ വിചാരിക്കും നീ എന്തോ ഭയങ്കര മാന്യൻ അങ്ങനെ. ഗൈസ്, ഇവനൊരു പാട്ടുകാരനാണ് ഗൈസ്. ഇവൻ്റെ പുറകെ നടക്കാത്ത പെൺകുട്ടികളില്ല. എന്ത് പറയാ? എടാ നീ ചുളുക്കല്ലേ, സ്കിൻ ചുളുക്കി കഴിഞ്ഞാൽ ഒരു കേക്കി ലുക്ക് വരും. അതിങ്ങനെ വിണ്ട് കയറിയ സ്കിൻ പോലെ ഇരിക്കും. മേക്കപ്പ് നമ്മൾ ഇടുന്ന സ്ഥലത്തല്ലേ ആദ്യം പിടിക്കത്തുള്ളൂ. ക്യാമറയിൽ കൂടെ നോക്കി പോസ് ചെയ്താണെങ്കിൽ. ഗൈസ്, ഇവരെല്ലാവരും എൻ്റെ സ്റ്റൈൽ മോഷ്ടിച്ചു ഗൈസ്. ഇത് എൻ്റെതാണ്, ഞാനിത് ആർക്കും വിട്ടു തരില്ല. എനിക്കിപ്പോൾ എന്താ ഓർമ്മ തന്നെയെന്നറിയാം, മറ്റൊരു സിനിമയിൽ മറ്റേ ആ സിനിമയില്ലേ 1983, സിമ്പിൾ മേക്കപ്പ് മതി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കഴിവ് മുഴുവൻ എനിക്ക് പുറത്തെടുക്കാൻ പറ്റിയില്ല. എനിക്ക് അതേ സാധനമാണ് തോന്നുന്നത്.
ധനുഷ് ഇപ്പൊ പാടാൻ പറ്റുമോ? പക്ഷെ അങ്ങനെ പറയില്ല, നീ എടുത്തടിച്ച പോലെ ചുമ്മാ ഇല്ലെന്ന് പറയില്ലേ. രണ്ടുപേരും മുകളിൽ ധനുഷ്. ഞാൻ മുഖത്ത് ചെയ്യുമ്പോ പാടിയാൽ മതി. അതുകൊണ്ട് പാടി. ധനുഷ് ഇപ്പൊ രാവിലെ എന്താണ് അവന്റെ അല്ല, അവൻ സീനിയറായി, പക്ഷെ ഫ്രഷേഴ്സ് ഡേ ഉള്ളതുകൊണ്ട് സീനിയേഴ്സ് ആണല്ലോ പരിപാടി നടത്തേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അവൻ പാടാൻ ഉള്ള സൗണ്ട് ചെക്കിന് പോയിട്ട് വന്നതാണ്. യൂഷ്വലി കഴുത്തിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടവൽ ഇട്ടാ ചെയ്യാറ്, ബിക്കോസ് ഡ്രസ്സിലാവാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട്. എനിക്ക് തൽക്കാലം ഓരോ മേക്കപ്പിലാക്കിയൊന്നും കുഴപ്പമില്ല. ക്യാമറ നോക്കൂ ഗൈസ്, ഇത് ഓവർ മേക്കപ്പാണ്. അല്ലല്ല ഗൈസ്, നമ്മളുടെ മേക്കപ്പിൻ്റെ ചടങ്ങ് ഗൈസ്. മേക്കപ്പിൻ്റെ ഫൗണ്ടേഷൻ ഇത് മുഖത്ത് ഫേസ് മേക്കപ്പിൻ്റെ സെറ്റിംഗ് സ്പ്രേ ഇവിടെ അടിച്ചു കഴിഞ്ഞു ഗൈസ്. നിങ്ങൾക്ക് ലിപ്സ്റ്റിക് വേണ്ടല്ലോ, ഉറപ്പല്ലേ? ഒന്നും ചെയ്യണ്ടല്ലോ. ശരി, കണ്ണട ചേർന്ന ചിരിക്കരുത്, നെറ്റി ഒന്നും ചുളുക്കരുത്. എങ്ങനെയാണോ മുഖം ഇരിക്കുന്നത് അതുപോലെ ഇരിക്കണം. ഓക്കെ, അപ്പോൾ കുറച്ച് സെറ്റാവും. ഈ മേക്കപ്പിനൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഓക്സിഡൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് നമ്മൾ ഇട്ട സാധനം കുറച്ച് നേരം ഇരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നുമായിട്ട് താനെ ബ്ലെൻഡ് ആവും. അങ്ങനെ ഒരു സാധനം വീശിക്കൊണ്ടിരിക്കുന്ന വിശറി എൻ്റെ വിശറിയാണ്. അത് എന്തിൻ്റെ നോക്കൂ, ആറ്റുകാൽ പൊങ്കാലയുടെ. ഗൈസ്, ഇവനിവിടെ വന്നത് മേക്കപ്പ് കം ഹെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് എന്ത് ചെയ്യാം, ഞാനൊരു കഴിവുള്ള കുട്ടിയായിപ്പോയി, അതുകൊണ്ട് എനിക്ക് എല്ലാം അറിയാം. ഇതൊക്കെ മനസ്സിലായി, ഇതൊക്കെ ഈ യന്ത്രമൊക്കെ ഉപയോഗിക്കാൻ എനിക്കറിയാം. നീ ഇങ്ങോട്ടാണോ ഇങ്ങോട്ടല്ലേ? ഈ സമയത്ത് പാടാലോ സാറിന്? പറഞ്ഞ പാടത്തൊന്നുമില്ല. 2 ദിവസമായിട്ട് ഞാൻ ഇവിടെ നിന്നുണ്ടായിരുന്നു, അലക്കായിരുന്നു ഞാൻ. ശരിയാ ഗൈസ്, ഇവൻ 2 ദിവസമായിട്ട് ഇവിടെ വന്നില്ലായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. ബിക്കോസ് ഞാനും പാടുന്നുള്ളത് കൊണ്ട് അവൻ എൻ്റെ അടുത്തിരുന്ന് പാടുമ്പോൾ ഒരു സമാധാനമാണ് അല്ലേ? ഈ എന്നെ പറ്റി 2 വാക്ക് പറഞ്ഞത് എൻ്റെ വ്ളോഗാ. ഒരു പരിപാടിക്ക് എന്ന് പറഞ്ഞ് ഞാൻ ഒരുക്കുന്ന ആദ്യമായിട്ടല്ല. ഞാൻ എൻ്റെ ഫെയർവെൽ ഇല്ലേ 12th അതിന് ഞാൻ തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ നാട്ടിലത്തെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ആദി എന്ന് പറഞ്ഞിട്ട്, അതിനെ ഞാൻ ഇതുപോലെ ഒരുക്കുകയായിരുന്നു. അപ്പോൾ അതെങ്ങനെ ആ സമയത്ത് എൻ്റെ അടുത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ദിവസം കഴിഞ്ഞിട്ട് അവസാനം രാത്രിയായപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് പറഞ്ഞു, ശ്രീശാന്ത് താങ്ക്സ്, എൻ്റെ ദിവസം ഇത്രയും നല്ല ആക്കിയതിന്, ബിക്കോസ് ആ ലുക്ക് ക്രിയേറ്റ് ചെയ്തതിന് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദി സൂചകമൊക്കെ പറഞ്ഞു. ഇതിപ്പോൾ എന്തിനാ ഞാൻ പറഞ്ഞതെന്നറിയോ? എനിക്ക് മുമ്പ് നീ ഇതൊക്കെ പറയാം. ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഞാൻ, മനസ്സിലായോ? രാത്രി വിളിച്ചു പറഞ്ഞാൽ പോലെ ആയാലും മതി, കുഴപ്പമില്ല. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ശരിക്കും ഇത് പ്രൊഫഷൻ ആക്കിക്കൂടെ? ഞാൻ ചോദിക്കുന്നു. നീയും ചോദിച്ചു, ശരിയാക്കി. ഗൈസ്, കമൻറ്റ് ബിലോ, ഇവൻ ഈ പൊക്കി വെക്കുന്നതല്ലേ നല്ലത്, എന്ത് ഭംഗിയാണെന്ന് നോക്കൂ കാണാൻ. പക്ഷേ ഇത് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവനെല്ലാം കർട്ടൻ പോലെ താഴെ ഇടണം. നെറ്റ് എക്സ്പോസ് ചെയ്യുന്ന ഇഷ്ടമല്ല അധികം. നോക്ക് എന്ത് ഭംഗിയാന്ന് നോക്ക് കാണാൻ, നല്ല മമ്മൂട്ടിയായിട്ടുണ്ട്. സത്യമായിട്ടാണെന്ന് പറയുന്നത്. നിനക്ക് നമ്മളൊരു ചൊല്ലു പറയാം, നല്ലത് നായിക്ക് പിടിക്കില്ല എന്ന്. നായെന്ന് വിളിച്ചല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെ തോന്നരുത്. അങ്ങനെ തോന്നാൻ വേണ്ടി ഞാനൊന്നും പറയില്ല. നീ നോക്കിയേ, നല്ല ഭംഗിയുണ്ടടാ, പിടിച്ചേ. എൻ്റെ മുടി ഈ ലെങ്ത് ആയിരുന്നെങ്കിൽ ഞാൻ ഈ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യത്തുള്ളൂ, കാരണം നല്ല രസം ഉണ്ടാവും കാണാൻ. ഇനി നിനക്ക് എവിടെയാണ് താത്തി ഇടേണ്ട അവിടെ നീ താത്തി എടാ, നല്ല രസമില്ലേ കാണാൻ? നോക്കടാ, അതൊരു വലിയ പ്രശ്നമാണോ ചേട്ടാ? നീ പോലെ കിടക്കുന്നു. ഗൈസ്, നിങ്ങൾ പറയൂ ഗൈസ്, ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ? ഈ തെണ്ടിക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ഇവന് നെറ്റിയിൽ ഇങ്ങനെ ഇടണമെന്ന്. ഈ ചപ്പർത്തലേൻ്റെ കാര്യം നോക്കി, ഞാൻ നന്നായിട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പം ഇങ്ങനെ ആക്കുന്നു. ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ചീപ്പന്തി, ഓ നീ ഇവിടെ നിന്ന് മുടിയെടുത്തിടുവോ? ഗൈസ്, അപ്പോൾ അവൻ്റെ നമ്മൾ മുടി സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ഇനി എന്താണ് സെറ്റിംഗ് സ്പ്രേ അടിക്കാൻ പോകണം. ഇനി ഇത് മതി എന്ന് പറഞ്ഞു.
എന്താടാ നീ ഇങ്ങനെ രൂക്ഷമായിട്ടല്ലേ നോക്കണേ? ഇത് അടിച്ച് നമ്മൾ പരിപാടി തീർക്കാൻ പോവാണ് ഗൈസ്. ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മുടി തുടരുത്. അടിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് അല്ല, അങ്ങനെയല്ല, അടിച്ചിട്ട് പെട്ടെന്ന് കൈവച്ച് സെറ്റ് ചെയ്യും, എന്നിട്ട് പിന്നെ തുടരുത്. പിന്നെ തൊട്ട് കഴിഞ്ഞാൽ ഊളാവും. പിന്നെ അവസാനം ഇങ്ങനെയൊക്കെ ഇരിക്കും മുടി. അയ്യോ, എണ്ണ വെക്കേണ്ടി വരും അവസാനം. അഥവാ ഊളായി കഴിഞ്ഞാൽ പിന്നെ വെള്ളം നനച്ചാൽ നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. കണ്ണടച്ചോ, ആണെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ പിടിച്ചോ. ജോസ്കോടെ പരസ്യമല്ല, ആറ്റുകാലമ്മയെ കാണിച്ചാലും കുഴപ്പമില്ല. നിന്റെ റിവ്യൂ ഇല്ല, മേക്കപ്പ് ഇഷ്ടപ്പെട്ടോ? അത് പറ. എന്നാലും കുഴപ്പമില്ല, പറ. മേക്കപ്പ് ഇഷ്ടപ്പെട്ടോ? മേക്കപ്പ് നല്ലതായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. നന്ദി പറഞ്ഞു. നന്ദി. നമസ്കാരം. നോക്കി ഇങ്ങോട്ട്, ചിരിച്ചേ. നിനക്ക് എന്തോ ഉള്ള എന്താ പ്രോഗ്രാം? எனக்கு ஃப்ரெஷர்ஸ் டே ரேம்ப் வாக் இருக்கு. இவ்வளோதானே உனக்கு சவுண்டு? ஆமாம். இப்போ என்ன பண்ண போகிறேன்? இப்போ மேக்கப் இல்லை, மேக்கப். யார் போட்டு தர போகிறேன்? ஸ்ரீசாமி. ஓ, இப்போ ஏதோ நடந்த மாதிரி இருக்காத, நேச்சுரலாக. Once if you have program, you also tell me. I'll help you if you want. മേക്കപ്പ് പിടിച്ചാ ഇല്ലെന്നാ? കൊള്ളാം. സോ ഗൈസ്, ഈ വീഡിയോ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. അതായത് എന്താണ്, ഇപ്പം ഞാൻ ആദവനെ ഒരുക്കിയതാണെങ്കിലും, ആദവൻ അവൻ്റെ പേര്, എൻ്റെ ജൂനിയർ അവൻ, ആദവനെ ഒരുക്കിയതാണെങ്കിലും ഇപ്പോൾ ധനുഷിനെ ഒരുക്കുകയാണെങ്കിലും ഒന്നും ഇങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്ന് ചെയ്തതല്ല. ഇവൻ ഇന്നലെ രാവിലെ ആയപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടാ എനിക്കിങ്ങനെ 2 കണ്ണാടി ഒത്തിരി വെച്ചിട്ട് 2 സ്പോട്ട് ഇവിടെയുണ്ട്, എനിക്കതൊന്ന് മറച്ച് കിട്ടണം. ബിക്കോസ് എനിക്ക് നാളെ ഞാൻ കോൺടാക്ട് ലെൻസാണ് വെക്കുന്നത്, കണ്ണാടി വെക്കുന്നില്ല. അപ്പോൾ അത് കുറച്ച് വൃത്തികേടായിരിക്കും ചിലപ്പോൾ കാണാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് സീനില്ല, നമുക്ക് മേക്കപ്പ് ഇട്ട് ശരിയാക്കാമല്ലോ, അതൊക്കെ സെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞാണ്. ഞാൻ ഇങ്ങനെ മോട്ടിവേഷൻ അപ്പോൾ മോട്ടിവേറ്റ് ചെയ്ത്, എന്നിട്ട് അപ്പം ഓക്കെ പറഞ്ഞ്. അങ്ങനെ ഇന്നലെ രാത്രി ആയപ്പോഴത്തേനും എന്നാൽ ശരി ഞാനൊരു വീഡിയോ എടുക്കട്ടെ എന്ന് ഞാൻ അവൻ്റെ ചോദിച്ചു. അപ്പോൾ ആദ്യം പറഞ്ഞു ഇല്ല വീഡിയോ ഒന്നും പറ്റില്ല, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുറച്ച് ഇൻട്രോവേർട്ടാണ്. മറ്റവരും അത് അതിനേക്കാളും വലിയ ഇൻട്രോവേർട്ടാണ്. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ പിടിച്ചിരുത്തും, ഞാനിങ്ങനെ ആവഹിച്ചത് കൊണ്ടിരുത്തി ഞാൻ ചെയ്യിപ്പിക്കും. അപ്പോൾ വേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എന്താണ് അങ്ങനെ പ്രീ പ്ലാൻഡ് അല്ലാത്തൊരു വീഡിയോ ആയിരുന്നു അങ്ങനെ. പക്ഷെ എന്തോ ചെയ്തപ്പോൾ 2 പേർക്കും ഇഷ്ടപ്പെട്ടു. ഐ ഗെസ് അല്ല, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ആൻഡ് ഹോപ്പ്ഫുള്ളിയും അല്ല, മേക്കപ്പ് ഇൻടാക്റ്റ് ആയിട്ടിരിക്കും. ബിക്കോസ് ഞാൻ സെറ്റിംഗ് സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് മേക്കപ്പ് പോയില്ല, ഒലിച്ചൊന്നും പോയില്ല. അങ്ങനെ വേണമെന്ന് വെച്ച് ഇങ്ങനെ വെള്ളമൊക്കെ ഒലിച്ച് തുടക്കടാന്നൊക്കെ പറഞ്ഞാലേ പോവുള്ളൂ, അല്ലാണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആദവൻ ഇന്ന് റാമ്പ് വാക്കാണ്. അവൻ ഫ്രഷറാണ്. അപ്പോൾ അവന് ഫാഷൻ ക്ലബിലൊക്കെ ചേർന്നിട്ട് അവൻ റാമ്പ് വാക്ക് ചെയ്യുകയാണ് ഫസ്റ്റ് ടൈം. പിന്നെ അവൻ്റെ ടീച്ചർ ഞാനാണ്. എനിക്ക് റാമ്പ് വാക്ക് അറിയാം. പിന്നെ ധനുഷിന് പാട്ടാണ് ആസ് യൂഷ്വൽ, അവൻ സിംഗറാണ്. അപ്പോൾ അങ്ങനെ പാടുന്നതാണ്. നന്നായിട്ട് അവർ ചെയ്യട്ടെ. പിന്നെ ഇനി നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അത് ആസ് യൂഷ്വൽ ഞാൻ പറയാറുള്ളതാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരിക്കലും മേക്കപ്പിനെ ഒരു പെൺകുട്ടികൾക്കുള്ള സാധനമാണെന്ന് കാണരുത്. അത് വളരെ ജെൻഡർ ന്യൂട്രലൈസ്ഡ് ഉള്ള കാര്യമാണ്. അതായത് മേക്കപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമുക്കുള്ള ഫീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ, അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ അല്ലാണ്ട് പെൺകുട്ടിയാണ് മേക്കപ്പ് ഇട്ട അയ്യോ പെണ്ണായി അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഭയങ്കര ചില്ല. നമ്മുടെ മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ് എല്ലാവരും ഇടുന്ന സാധനമാണ്. പിന്നെന്താണ് ഇപ്പോൾ പറയും, സിനിമയ്ക്ക് വേണ്ടിയിട്ടില്ലേ ഇടുന്നത്, ക്യാമറയ്ക്ക് വേണ്ടിയിട്ടില്ലേ. നമ്മൾ സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും സ്നേഹിക്കാൻ നമ്മൾ കാത്തിരിക്കുക. അവസാനം അത് കിട്ടിയില്ല നമുക്ക് വിഷമം. സോ നമുക്ക് വേണ്ടത് സെൽഫ് ലവാണ്. അത് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും. സോ ഇഷ്ടമാണെങ്കിൽ ചെയ്യുക, ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. മറ്റുള്ളവർ കുറ്റവും പറയാൻ പോകണ്ട, മനസ്സിലായോ? സ്വന്തം കാര്യം നോക്കി ജീവിക്കുക.
അപ്പോൾ അങ്ങനെ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഒരിക്കലും മേക്കപ്പിന് ഒരു ടാബുമായിട്ട് കാണരുത്. ഇടുവാണെങ്കിൽ ഇട്ടോ, നിങ്ങൾക്ക് നല്ല ഭംഗിയായിരിക്കും. അത് കറക്റ്റായിട്ടൊക്കെ ഇടണം, അല്ലാണ്ട് മറ്റേ പൊട്ടിയടിച്ച പോലെ ഇങ്ങനെ വന്ന് നിൽക്കരുത്. അപ്പോൾ ഒരിക്കലും അതൊരു തെറ്റായിട്ട് കാണരുത്. മേക്കപ്പ് ഇടുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർ ചുമ്മാ കളിയാക്കരുത്. നല്ല കാര്യമാണ് അതൊക്കെ. സ്വന്തമായിട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്യണേ, ചെയ്യട്ടെ. ഓക്കെ, ബൈ.